കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പത്മകുമാറിലൂടെയാണ് CPIMലേക്ക് ഈ വിവാദമെത്തിച്ച് അതിശക്തമായ രാഷ്ട്രീയ വിമർശനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം ഉയർത്തുന്നത്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അത് CPIMന് കൂടി രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും. വിപിൻ സി വിജയൻ. ഗുഡ് മോർണിംഗ് ടി കെ രജിത്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ, സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ, രണ്ടുപേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുൻപിൽ വീണ്ടും എത്തുന്നത്. ഇതിനു മുൻപ് പലതവണ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അതൊരു നിർണായകമാണ്. ഇതിൽ പ്രധാനമായും ഈ ഗോവർദ്ധൻ, ഒപ്പം തന്നെ പത്മകുമാർ, പങ്കജ് ഭണ്ഡാരി, 3 പേർ ചേർന്നിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന, ഒരു വൻ കവർച്ച തന്നെ ലക്ഷ്യമിട്ടു എന്നുള്ളതായിരുന്നു SITയുടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി സത്യവാങ്മൂലം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിലപ്പോൾ എത്രത്തോളം ഈ ഒരു ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് SIT നിൽക്കുന്നു, എന്നാൽ ഇക്കാര്യത്തിൽ അതൊരു കൂടിയാലോചന ആണ് ഉണ്ടായത് എന്നുള്ളതാണ് പത്മകുമാറിന്റെ ഒരു വാദമുള്ളത്. അത് ഒരു ജാമ്യാപേക്ഷയ്ക്ക് മാത്രം ഉതകുന്നതാണോ, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആകാംക്ഷ. ഈ തൊണ്ടിമുതലിന്റെ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്ന അതേ ദിവസം തന്നെയാണ് ഇവരുടെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നത്. പിന്നീട് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ CPIMനെ സംബന്ധിച്ച് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തോൽവി, അത് ഈ ഒരു ശബരിമല വിഷയത്തെ സംബന്ധിച്ചിട്ടാണ്, അല്ലെങ്കിൽ ശബരിമല ഒരു തിരിച്ചടിയായി, സ്വർണ്ണക്കൊള്ള ഒരു തിരിച്ചടിയായി എന്ന് വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ പാർട്ടിക്ക് റിപ്പോർട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടി ഈ വിഷയം ഒരു തലവേദനയാകും എന്നുള്ളത് നിസ്സംശയം പറയാം. പത്മകുമാറിനെതിരെ ഇപ്പോഴും നടപടിയെടുത്തിട്ടില്ല. അതിൽ ഒരു തീരുമാനമുണ്ടാകട്ടെ, അല്ലെങ്കിൽ ആ കേസിലൊരു നടപടിയുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഇപ്പോഴും CPIMന്റെ നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനമുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് SITക്ക് പുറമെ ED കൂടി ഈ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എത്രത്തോളം ഒരു കള്ളപ്പണം വെളുപ്പിക്കലുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ രീതിക്കുള്ള കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇവർക്ക് എത്രത്തോളം പങ്കുണ്ട്, അങ്ങനെ SITയുടെ മുഴുവൻ റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ ED എടുത്തിട്ടുണ്ട്. അതിൽ പരിശോധന നടന്നു വരികയാണ്. വരുന്ന ദിവസങ്ങളിൽ തന്നെ EDയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി കൂടി സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടാകുമെന്നുള്ളത് അതിനിർണായകമാണ്. അപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കൂടുതൽ കടുക്കുന്നതോടുകൂടി തന്നെ സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും പ്രധാന ഒരു വിഷയമാവുക. മറ്റൊന്നുള്ളത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഇടപെടലാണ്. ഇന്ന് കൊച്ചിയിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ യോഗം നടക്കുന്നുണ്ട്. കൂടുതൽ സീറ്റാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.